ഹലോ ഗൈസ്, അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്കിന്നൊരു കല്യാണം ഉണ്ടായിരുന്നു, ബിയാൻകോലായിരുന്നു കേട്ടോ. ഇത് വെൽക്കം ഡ്രിങ്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ മറ്റേ നെഗഡ്സൊക്കെ ഉണ്ടല്ലോ, നെഗഡ്സും പിന്നെ ഞണ്ടിൻ്റെ ഒരു ഐറ്റം വരുമല്ലോ, ആ സാധനം കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉമ്മ റിലേറ്റീവ്സിനോട് സംസാരിച്ചിങ്ങോട്ട് നിൽക്കണ കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ചെക്കൻ്റെ അനിയൻ്റെ ഹാർട്ടിൻ്റെ ഉള്ളിലാണ് ചെക്കനും പെണ്ണും കൂടെ നിന്നുള്ളത് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ലിഫ്റ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഫുഡ് കഴിക്കണ രംഗമാണ് ഈ കാണുന്നത്. അപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, പിന്നെ സദ്യ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉമ്മാൻ്റെ കൂടെ കുറച്ച് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സദ്യക്ക് ഇരുന്നിട്ടാണ്. കഴിഞ്ഞ് ഫുഡ് കഴിക്കണ സ്ഥലമാണ് ഇട്ടതൊക്കെ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കയ്യകലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെ മറ്റേ വേറെ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ മോനാണെങ്കിൽ പാർക്കിൻ്റെ അങ്ങോട്ട് ഓടിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ മറ്റേ ലെമൺ ടീയും ഓരോ ഐറ്റംസ് ഉണ്ട്. പിന്നെ ടെൻഡറിൻ്റെ ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ ഗുലാബ് ജാമുനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോനായിട്ട് പാർക്കിലേക്കൊക്കെ പോയാലുള്ള അവസ്ഥയാണ് ഈ ഓഡിറ്റോറിയത്തേക്ക് വന്നാലുള്ള ഇത് കാണുന്നത് കേട്ടോ. പാർക്ക് കണ്ടാൽ മുപ്പര് ചോറ് നടന്ന് എണീച്ചിട്ട് ഓടിയത് കേട്ടോ. പാർക്കുണ്ട്. അപ്പോൾ ചെറുതിനെ ഇരുത്തുമ്പോൾ ചെറുത് കരഞ്ഞ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുകളിലേക്ക് പോവുക കേട്ടോ, ചെക്കനും പെണ്ണിനും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കണുള്ളൂ. ഭയങ്കര റഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഉള്ളിലേക്ക് കയറുന്ന വാതിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തൊക്കെ ആൾക്കാർ വന്നുകൊണ്ട് നിൽക്കണം. അപ്പോൾ ഈ സിനിമ മറ്റേ ഇതിനൊക്കെ പോയിട്ട് ടിക്കറ്റ് എടുക്കണ പോലെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യണം, ക്യൂ ആയിട്ട് നിൽക്കുകയാണ് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. കുറേ ആൾക്കാർ ലിഫ്റ്റിൽ താഴേക്ക് പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കേസ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടാണ്. ഉള്ളിലേക്ക് കയറിയപ്പോൾ ചെക്കനും പെണ്ണൊക്കെ ഭയങ്കര ഫോട്ടോഷൂട്ടിലൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ സീറ്റൊക്കെ കിട്ടിയിട്ട് അവിടെ അങ്ങനെ ഇരുന്ന് അങ്ങനെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവർ വീട്ടിൽ ബ്രൈഡ് ടു ബി, പിന്നെ തലേന്നൊക്കത്തെ പ്രോഗ്രാം, നിക്കാഹൊക്കെ ആയതിൻ്റെ സീറ്റും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഈ സിനിമ ഒക്കെ കാണാനൊക്കെ പോയിരിക്കണം പോലത്തെ ഒരു വൈബാണ് കേട്ടോ. ബാക്കിലൊക്കെ നോക്കിയിരുന്നു. സ്ക്വയറിനുള്ള ആൾക്കാരെ രസമുള്ള ഇതാ തോന്നണല്ലേ, സ്ക്രീനാവട്ടെ പിന്നെ ഫുഡും ആവട്ടെ കാര്യങ്ങളെയാണ് അവർ ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെ അവർ ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കണമൊക്കെ തിരക്കിലൊക്കെയാണ്, ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ മോനക്ക് മൊബൈൽ കിട്ടിയാൽ മതി കേട്ടോ. മൊബൈലിനാണ് എവിടെ പോയാലും മൊബൈൽ കൊടുത്താൽ അവിടെ അടങ്ങിയിരിക്കും. അപ്പം അങ്ങനെ ഇതാക്കണം, അല്ലെങ്കിൽ അവിടെ ഓടി പാഞ്ഞിടന്നാൽ നമുക്ക് അതിന് നേരം ഉണ്ടാവുള്ളൂ നോക്കാൻ. അങ്ങനെ ഫൈനലി ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം. എൻ്റെ മോന് മൊബൈലൊക്കെ നോക്കിയിട്ട് നല്ല പോസ്റ്റിങ്ങിലൊക്കെയാണ് വീഡിയോക്ക് തരുന്നത്. മൊബൈൽ നോക്കണമെന്നൊക്കെ പറയാണ് വീഡിയോയിലിട്ടോ. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട് ഗൈസ്. അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുക. അപ്പം അമ്മ പറയുന്നുണ്ട് അവിടെ ഉണ്ടാവണം ടവൽ കയറിയോ എന്തോ. ഞങ്ങൾ ഇറങ്ങി ഗൈസ്. ഇത് താഴത്തെ നിലയാണ് കേട്ടോ, ഇത് മുകളിലത്തെ. ഇതിൻ്റെ മുകളിലുണ്ടോയെന്ന് അറിയില്ല, ഞങ്ങൾ പോയിട്ടുമില്ല. അങ്ങനെ ലിഫ്റ്റിൽ കയറി ലിഫ്റ്റിൽ നിന്ന് താഴത്തേക്ക് പോവാണ്. ലിഫ്റ്റിൽ നിന്ന് തിരുവക്ക് സ്റ്റാൻഡിൽ പോണ പോലെയാണ്, ഞങ്ങളുടെ ദൂരത്തേക്ക് പോണ പോലെയാണ്. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ആൾക്കാരൊക്കെ കുറഞ്ഞിട്ടാണ്, ആൾക്കാരൊക്കെ ഏകദേശം ഇതായിക്കണം. അപ്പം ഞങ്ങളങ്ങോട്ട് പോവാണ്. ബിയാൻകോ സ്റ്റെപ്പ് ബൈ. ഇതാണ് പുറത്തൊക്കെ നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ല സ്ഥലങ്ങളാണ് കേട്ടോ. ഞങ്ങളിവിടുത്തെ കല്യാണമൊക്കെ കഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് നെസ്റ്റോക്ക് ഒന്ന് പോവാണ്ട്. നെസ്റ്റോ ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. നമുക്കൊരു പർച്ചേസ്. ഇതൊരു മോഡൽ കാറില്ലേ, ഇതിപ്പോൾ അടുത്തൊക്കെ ഇങ്ങനെ ഞാൻ കുറേ ആയിട്ടാണ് കണ്ടിട്ട്.
നെസ്റ്റോൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു നെസ്റ്റോയിൽ. അങ്ങനെ നെസ്റ്റോയിൽ പോയിട്ട് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വണ്ടിക്കൊക്കെ അവിടെ ഓഫർ ഉണ്ട് പറഞ്ഞപ്പോൾ അവിടെ ഞങ്ങൾ വണ്ടി വാങ്ങിക്കാനൊക്കെ പോയി. ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. എൻ്റെ മോന് മുന്നിൽ പോവാണ്. അങ്ങനെ ആള് ഫ്രണ്ടിൽ കയറി പോവാണ് കേട്ടോ. കം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ ആൾക്കുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുന്നു. ഇപ്പോൾ വണ്ടി മൂപ്പർക്ക് എടുക്കണ ഇതിലാണ് അവിടെ കയറി ചെല്ലണത്, വണ്ടി എടുക്കാൻ പോകണമെന്നൊക്കെ. പിന്നെ ഇവിടെ ഐസ്ക്രീമിൻ്റെ ഇതുണ്ട്, പിന്നെ ഇവിടെ സ്പ്രേ, പെർഫ്യൂം, അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ആണ് കേട്ടോ. അത് നിങ്ങളൊരു കൊട്ട എടുക്കുകയാണ്, ഈ രണ്ടിടത്തിനെ കൊട്ടയ്ക്ക് ഇടുകയാണ്. ഫുൾ ഓഫറാണ്. ഇതൊക്കെ 99 രൂപയാണ് കേട്ടോ. പെർഫ്യൂം പിന്നെ ഫേസ് വാഷൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചെറുതിനെ അതിൽ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷം. ഇതുവരെ ജന്മത്തിൽ ഇരുന്നിട്ടുണ്ടാവില്ല ഇതിൽ കൊട്ടയിൽ. അങ്ങനെ ഇവരൊക്കെ അതിൻ്റെ ഉള്ളിൽ എത്തിയാൽ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പം നമുക്കാണെങ്കിൽ കൈയൊന്ന് ഫ്രീ ആയി അതിൻ്റെ ഉള്ളിലിടാലോ. ഇട്ടിട്ട് ഇങ്ങനെ ഒന്നും നടന്നാൽ മതി. അങ്ങനെ ഒക്കത്തിന് ഓഫർ കിട്ടാൻ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഉമ്മ പഞ്ചസാരൻ്റെ കെട്ടെടുത്ത് എല്ലാത്തിനും ഓഫറാണ്. 5 കളിയാണ്. വീട്ടിലേക്കുള്ള സാധനങ്ങളും പിന്നെ മക്കൾക്കുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. ടോയ്സ് മറ്റേ ആ വണ്ടി ഒന്നുണ്ടായിരുന്നു, അത് വാങ്ങിച്ചിട്ടാണ്. പർച്ചേസൊക്കെ കഴിഞ്ഞ് ഗേസ്. അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ. അതില്ലെങ്കിൽ അടുത്ത വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഓക്കെ, ബായ്. അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് കാണാം.